ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ചാപ്റ്റർ 309 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 2 ദിവസം ചെറിയ തിരക്കായിരുന്നു, അതാണ് ചാപ്റ്റേഴ്സ് ഇടാഞ്ഞത്. ഇന്ന് തൊട്ടിട്ട് റെഗുലറായിരിക്കും, നമ്മൾ റെഗുലറായിട്ട് ഇടും. അല്ല, എന്തായാലും നമ്മൾ വരുന്ന ചാപ്റ്റേഴ്സൊക്കെ ഇപ്പോൾ കിടലായിട്ട് ചാപ്റ്റേഴ്സ് പോകുന്നുണ്ട്. സോ എല്ലാവരുടെയും ചാപ്റ്റേഴ്സ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. പിന്നെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് വോയിസിന് എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ ബേഴ്സക്ക് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആയിട്ട് പോസ്റ്റ് ചെയ്യും. ബേഴ്സക്കിൻ്റെ ഓരോ ചാപ്റ്റേഴ്സായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം അതിൽ ഒരുപാട് ഫില്ലേഴ്സ് ഉണ്ട്. സോ അത് ഫിൽട്ടർ ചെയ്ത് ഞാൻ അതിന് ഓരോന്നോരോന്നാക്കി എടുത്തിട്ട് അത് ഒരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ബേഴ്സക്ക് എന്തായാലും സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആയിട്ട് പോസ്റ്റ് ചെയ്യും. സോ ചാപ്റ്റർ 309 എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. സോ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് ഇസാഗിയെ വെച്ചിട്ടാണ്. എല്ലാ ആർക്കിലെയും പോലെ തന്നെ ഇസാഗി അവന്റെ പാരന്റ്സിനോട് ബായ് പറഞ്ഞിട്ട് അവൻ വീണ്ടും ബ്ലൂ ലോക്കിലോട്ട് പോവാണ്. സോ ബാക്കിയുള്ള പ്ലേയേഴ്സും അതുപോലെ തന്നെ ഇസാഗി ഇപ്പൊ ബ്ലൂ ലോക്കിലോട്ട് തിരിച്ചു പോവാണ്. ബട്ട് മുന്നേ ഇസാഗിയും ബാക്കി പ്ലേയേഴ്സ് എല്ലാവരും ബ്ലൂ ലോക്കിലോട്ട് പോകുമ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ലോക്കിൽ ഏറ്റവും നല്ല പ്ലെയർ ആവാന്നായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ലക്ഷ്യം വേറെയാണ്. ഇപ്രാവശ്യം വേൾഡ് കപ്പ് ജയിക്കലാണ്, വേൾഡിലെ നമ്പർ 1 പ്ലെയർ ആവലാണ്. ഇതിനുശേഷം നമുക്ക് കാണിക്കും ഇനി വെറും 30 ദിവസം മാത്രമേ ഉള്ളൂ വേൾഡ് കപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇസാഗി ബ്ലൂ ലോക്കിലോട്ട് എത്തിയതിന് ശേഷം ആദ്യം കാണുന്നത് ബഷീറിനെ ആയിരിക്കും. ഇസാഗിയെ കണ്ടതും ബഷീർ ആദ്യം ചോദിക്കുന്നത് നീ കുറച്ചൊക്കെ ഹൈറ്റ് വെച്ചില്ലേ എന്നാണ്. അതിൽ ഇസാഗി ചോദിക്കും 2 ആഴ്ച കൊണ്ട് അരലൊക്കെ ഹൈറ്റ് വെക്കുമെന്ന്. പെട്ടെന്ന് തന്നെ റിൻ അങ്ങോട്ട് കയറി വരിക്കും. എന്നിട്ട് ഞാൻ 1 സെന്റിമീറ്റർ ഹൈറ്റ് വെച്ചിട്ടുണ്ട്, നിന്റെ കൊന്നുകളിയുടെ പഴയ റിന്റെ അതേ സ്വഭാവം തന്നെ ഇങ്ങോട്ട് എടുക്കും. ആൻഡ് ഇതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പ്ലേയേഴ്സിനെ എല്ലാവരും കാണിക്കും. എല്ലാവരും വന്നിട്ടുണ്ടാവും, ഷിഗിരി, കുനിഗാമി, അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ടാവും. എല്ലാവരും തന്നെ ബ്ലൂ ലോക്കിന്റെ സെൻട്രൽ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് സെൻട്രൽ റൂമിൽ എത്തിയതിനു ശേഷം അവൾക്ക് ഈഗോ വരും. ഈഗോ വന്നിട്ട് എല്ലാ ആർക്കിലെയും പോലെ തന്നെ ആദ്യം ഒരു സ്പീച്ച് കൊടുക്കും. ഈഗോ ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ 14 ദിവസത്തിന്റെ മുന്നേ എങ്ങനെയായിരുന്നു അതുപോലെ ആയിരിക്കത്തില്ല ഇപ്പോൾ. നിങ്ങൾ ഓരോരുത്തരും എന്റെ ട്രെയിനിങ് മുഖേന തന്നെ ഓരോ പുതിയ വെപ്പൺസ് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ കഴിഞ്ഞ 14 ദിവസങ്ങൾക്ക് മുന്നേ ഉള്ളതും ഇപ്പോഴും ഭയങ്കരമായിട്ട് ഡിഫറൻസിലാണ്. ആൻഡ് ഇനി മുന്നോട്ട് പോകുന്ന ഓരോ ദിവസങ്ങളും തരം താഴ്ന്ന ചിന്തകളെല്ലാം എടുത്ത് കളഞ്ഞോളുണ്ട്. ബ്ലൂ ലോക്കിന് വേണ്ടിയിട്ട്, നമ്മുടെ ബോണ്ടിന് വേണ്ടിയിട്ട് ഒന്നുമില്ല. നിങ്ങൾ എന്നെ യൂസ് ചെയ്യും, ഞാൻ നിങ്ങളെ യൂസ് ചെയ്യും. ഞാൻ നിങ്ങളെ യൂസ് ചെയ്തിട്ട് എന്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യും. നിങ്ങളും വേണമെന്നുണ്ടെങ്കിൽ എന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഡ്രീം ഫുൾഫിൽ ചെയ്തു എന്ന് പറയും ഈഗോ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ പീക്കാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ ഈഗോ, ആ ഈഗോ പോലും നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ പീക്ക് നിങ്ങൾ അറ്റൈൻ ചെയ്യാൻ നോക്കണം. ആൻഡ് ഇങ്ങനെ പറഞ്ഞിട്ട് ലെറ്റ്സ് ഗോ എന്നും പറഞ്ഞിട്ട് ഈഗോ അടുത്ത മാച്ചസ് ഏതൊക്കെയാണെന്ന് ഇവിടെ റിവീൽ ചെയ്യും. ആദ്യം ജപ്പാനെതിരെ കളിക്കാൻ വരുന്ന ടീം നൈജീരിയയാണ്. ഗ്രൂപ്പ് സ്റ്റേജിൽ ആദ്യം നൈജീരിയ ആയിട്ട് ഏറ്റുമുട്ടും, അതിനുശേഷം ഫ്രാൻസ് ആയിട്ട് ഏറ്റുമുട്ടും. ഫ്രാൻസ് ആയിട്ട് ഏറ്റുമുട്ടിയതിന് ശേഷം ഇംഗ്ലണ്ട് ആയിട്ട് ഏറ്റുമുട്ടും. ഇതിലിപ്പോൾ നടക്കാൻ പോകുന്നത് ആദ്യം നൈജീരിയ ആയിട്ട് ജയിക്കും, നൈജീരിയ ആയിട്ട് ജയിച്ചതിന് ശേഷം ഫ്രാൻസ് ആയിട്ട് ലോക്കിയുടെ ടീമായിട്ട് തോക്കും, ആൻഡ് വീണ്ടും ഇംഗ്ലണ്ട് ആയിട്ട് ജയിക്കും. മിക്കവാറും ഒരു തോൽവി 3 കളിയിൽ എന്തായാലും ഒരു തോൽവി എന്തായാലും ഉറപ്പാണ്. സോ അത് ഫ്രാൻസ് ആയിട്ടായിരിക്കും. ആൻഡ് ഈ 14 ദിവസത്തെ ട്രെയിനിങ് ഇൻഡിവിജ്വൽ ബേസിലാണെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന 30 ദിവസത്തെ ട്രെയിനിങ് അത് ടീം ബേസിലായിരിക്കും. ടീം ബേസിൽ അവരെ ട്രെയിൻ ചെയ്തിട്ട് അവരെ പീക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഈഗോ ശ്രമിക്കും. ആൻഡ് ഈഗോ ഇങ്ങനെ ഭയങ്കര ഹൈ ആയി നിന്ന് സംസാരിക്കുമ്പോൾ ബാക്കിയുള്ള പ്ലേയേഴ്സും അതെല്ലാം കേട്ടിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. ആൻഡ് ഇവിടെ കട്ടിട്ട് നമുക്ക് വീണ്ടും നാഗിയെ കാണിക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല, കാരണം 30 ദിവസമേ ഉള്ളൂ ഇനി മാച്ച് കളിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നാഗി ഇനിയിപ്പോ ഒരു 15 ദിവസം എടുക്കും നാഗി തിരിച്ചു വരാനാണെന്നുണ്ടെങ്കിൽ പോലും. ട്രെയിനിങ്ങും എല്ലാം കൂടി ചേർത്ത് എങ്ങനെയാ നാഗിയുടെ ഒപ്പം കളിക്കുക? എനിക്ക് തോന്നുന്നു മിക്കവാറും ഫ്രാൻസ് ആയിട്ടുള്ള കളിയിൽ നാഗി ഇറങ്ങത്തില്ല. ഫ്രാൻസ് ആയിട്ടുള്ള കളിയിൽ എന്തെങ്കിലും വലിയതായിട്ട് എന്തെങ്കിലും സംഭവിക്കാൻ പോകും ബ്ലൂ ലോക്കിൽ, അതായത് ജപ്പാൻ ടീമിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും അവിടെ എന്തെങ്കിലും വലിയൊരു ടെസ്റ്റ് ഫ്രാൻസ് ആയിട്ടുള്ള കളിയിൽ എന്തായാലും ഉണ്ടാവും. നൈജീരിയ സിമ്പിളായിട്ട് ജയിച്ചിട്ട് ഫ്രാൻസിനെ അതുപോലെ ജയിപ്പിക്കാന്നുള്ള കോൺഫിഡൻസിൽ പോയിട്ട് വലുതായിട്ട് എന്തെങ്കിലും നടക്കും. അതിനുശേഷം ഇംഗ്ലണ്ട് ആയിട്ടുള്ള കളിയിൽ നാഗി ഇറങ്ങും. കാരണം നാഗി ഇംഗ്ലണ്ടായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ കളിച്ചുകൊണ്ടിരുന്നത്. സോ എന്തായാലും നാഗി ഇംഗ്ലണ്ടായിട്ടുള്ള കളിയിൽ ഇറങ്ങുന്നതാണ് എൻ്റെ ഒരു ഊഹാപോഹം. ഇതുവരെ ഗസ് ചെയ്തൊക്കെ കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. സോ നോക്കാം നമുക്ക്. ആൻഡ് ഇപ്പം നാഗി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗെയിം സെന്റർ ഇല്ല, അവൻ എപ്പോഴും പോയിരുന്ന ഗെയിം കളിക്കുന്ന ആ ഗെയിം സെന്റർ അവിടെ തന്നെയാണ്. അവിടെ ഇരുന്നിട്ട് ഗെയിം കളിക്കുമ്പോൾ ഇപ്രാവശ്യം അവൻ്റെ മൈൻഡ് ബ്ലാങ്ക് അല്ല. ഇപ്രാവശ്യം അവൻ്റെ മൈൻഡിൽ മൊത്തം ബുരാറ്റ്സൂറ്റയാണ്. ബുരാറ്റ്സൂറ്റ കൊടുത്ത ഓഫറാണ്. ബുരാറ്റ്സൂറ്റ ബ്ലൂ ലോക്കിനെ ക്രഷ് ചെയ്യണമെന്നും ഈഗോനെ ക്രഷ് ചെയ്യണമെന്നും പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ്റെ മൈൻഡിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അവനത് ചെയ്യാന്നുള്ള കാര്യം അവൻ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയില്ല. അതുകൊണ്ട് തന്നെ ബുരാറ്റ്സൂറ്റ പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നാഗി ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇസാഗി അവനോട് സോക്കർ ഒരിക്കലും ക്വിറ്റ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞില്ല, അതെല്ലാം അങ്ങനെ മൈൻഡിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇസാഗിക്ക് ബ്ലൂ ലോക്കിലോട്ടാണോ തിരിച്ചു പോകേണ്ടത് അതോ ഫുട്ബോൾ കളിക്കാനാണോ തിരിച്ചു പോകേണ്ടതെന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ്. കാരണം അവന്റെ അടുത്തൊരു ക്ലബിന്റെ ഓഫർ ഉണ്ട്. ആ ക്ലബിന് വേണ്ടി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് വീണ്ടും പ്രോ പ്ലെയർ ആയി മാറാം. പക്ഷെ അവന്റെ ആവശ്യം ബ്ലൂ ലോക്കിലോട്ട് തിരിച്ചു പോകലാണ്. സോ അതുകൊണ്ട് തന്നെ
അവൻ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ്. അവന് ശരിക്കും ഫുട്ബോളിനെയാണോ സ്നേഹിക്കുന്നത് അതോ ബ്ലൂ ലോക്കിൽ നിന്ന് കിട്ടിയ ഹൈ മൊമെന്റ്സിനെയാണോ അവൻ സ്നേഹിക്കുന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് അടിച്ചിട്ട് ആ ഗെയിമും കളിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ആൻഡ് ഇങ്ങനെ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ കൈ കൊണ്ട് ഒരു ആൾ ഗണ്ണ് ഉണ്ടാക്കിയിട്ട് അവന്റെ പുറത്ത് വെച്ചിട്ട് നിന്നെ ഞാൻ അവിടെയൊക്കെ നോക്കിയിടാന്ന് പറഞ്ഞിട്ട് ഒരു ഗണ്ണ് വെച്ചിട്ട് പുറത്തുകൊണ്ട് വെക്കുന്നത്. നാഗി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും ഇഗരാശി ആയിരിക്കും അത്. ഇഗരാശി എന്തിനാണ് നാഗിയെ തിരഞ്ഞതെന്നെല്ലാം അടുത്ത ചാപ്റ്ററിലാണ്. സോ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കും. അതിനോ ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, പക്ഷെ അടുത്ത് വരാൻ പോകുന്ന ചാപ്റ്റർ കുറച്ച് വലുതായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെറിയൊരു ചാപ്റ്റർ ആക്കിയിട്ട് ക്ലോസ് ചെയ്തത്. കാരണം അടുത്ത് വരാൻ പോകുന്നത് 3010 ആണ്. 3010ന്റെ ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇഗരാശി വന്നതെന്നുള്ള കാര്യം അതെല്ലാം കൂടി ഒരുപാടായിട്ട് ഒരു 10-15 മിനിറ്റ് വീഡിയോ ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഇത് ചെറിയ വീഡിയോ ആയിട്ട് ക്ലോസ് ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ഗൈസ്, ബൈ.